ഹേ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും വീഡിയോ എന്താണെന്ന്. അങ്ങനെ നമുക്കും കിട്ടിയേക്കുവാണ് കേട്ടോ ബട്ടൺ. അപ്പം ഞാൻ യൂട്യൂബ് എൻ്റെ ചാനൽ തുടങ്ങുന്നത് ഏകദേശം 2019 കേട്ടോ, എനിക്ക് തോന്നുന്നത്. ഒന്ന് നോക്കണം, ഞാൻ നോക്കിയില്ലായിരുന്നു. ഏകദേശം 5-6 കൊല്ലം മേളിലായിട്ടുണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. അപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ടെങ്കിൽ കുറച്ച് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ബട്ടൺ കാണിച്ചു തരാം കേട്ടോ. അപ്പം നിങ്ങൾ ആരെങ്കിലും ചാനൽ തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂസ് വീഡിയോ ഇടാൻ പറ്റുമെങ്കിൽ മാത്രം ചാനൽ തുടങ്ങിയിട്ട് കാര്യമുള്ളൂ. പിന്നെ ഇതിൽ നിന്ന് ഇപ്പം നമുക്ക് വലിയ വരുമാനമൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല ഇതുവരെ. ഞാൻ യൂട്യൂബിൽ നിന്ന് പേയ്മെൻറ്റ് പിൻവലിച്ചില്ല കേട്ടോ. ഈ ഈ കഴിഞ്ഞ കൊല്ലം ഡിസംബറിൽ എങ്ങാണ്ടാണ് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആവുന്നത്. കാരണം ഞാൻ ഡെയിലി ഒന്നും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. പിന്നെ ഇടയ്ക്ക് എനിക്ക് തോന്നുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. എന്നൊന്നും വീഡിയോ ഇടാറില്ല കേട്ടോ. എനിക്ക് തോന്നിയാൽ എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും വീഡിയോ എടുക്കണം എന്നൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ഡെയിലി ഞാൻ ഇടാറേ ഇല്ല. അപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ അങ്ങനെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഡെയിലി ഇങ്ങനെയൊക്കെ വീഡിയോ ഇതിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റുമെങ്കിൽ മാത്രമാണ് ഇതിലേക്ക് ഇറങ്ങിയിട്ട് കാര്യമുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ വെറുതെ ഉള്ളൂ, സമയം കളയാവുന്നുള്ളൂ, ഒന്നും തന്നെ കിട്ടില്ല. കാരണം ഞാൻ തന്നെ തുടങ്ങിയിട്ട് 5-6 കൊല്ലം മേളിലായി. അപ്പം കഴിഞ്ഞ കൊല്ലം മോണിറ്റൈസേഷൻ ഇതുവരെ ഞാൻ പേയ്മെൻറ്റും പിൻവലിച്ചിട്ടില്ല. കാരണം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തില്ല. കാരണം എല്ലാ കൂടുതൽ ഞാൻ ഇടുന്നത് തന്നെ ഷോർട്ട് വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ ഇടാറ്. പിന്നെ ലോങ് വീഡിയോ ഒക്കെ കുറവാണ്. ലോങ് വീഡിയോയ്ക്ക് വ്യൂവേഴ്സും കുറവാണ് കേട്ടോ. പിന്നെയും ഈ ഷോർട്ട് വീഡിയോസിനാണ് വ്യൂവേഴ്സ് കിട്ടാറ്. അതുകൊണ്ട് കൂടുതൽ ഞാൻ ഷോർട്ട് വീഡിയോസ് ആണ് ഇടാറുണ്ട്. പിന്നെ സബ്സ്ക്രൈബർ കൂടാനും ഷോർട്ട് വീഡിയോ ആണ് ഏറ്റവും നല്ലത് കേട്ടോ. ലോങ് വീഡിയോ നമുക്ക് അങ്ങനെ സബ്സ്ക്രൈബ് കിട്ടുന്നില്ല. പിന്നെ ഞാൻ അതുകൊണ്ട് തന്നെ പരമാവധി ഇടുകയാണെങ്കിൽ ഷോർട്ട് വീഡിയോ ഇടാറുള്ളൂ കേട്ടോ. പിന്നെ അങ്ങനെ പെർമനൻ്റ് ആയിട്ട് നമുക്ക് ഇടാനുള്ള ഒരു സെറ്റപ്പ് ഇല്ല. പിന്നെ സമയം കിട്ടും. നമ്മൾ ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ലീവ് കിട്ടുമ്പോൾ നമ്മൾ എങ്ങോട്ടെങ്കിലും പോകാൻ പ്ലാൻ ചെയ്ത് അങ്ങനെയൊക്കെയാണ് വീഡിയോ ഇടുന്നത്. അല്ലാണ്ട് ഡെയിലി പ്രോപ്പറായിട്ട് വീഡിയോ ഞാൻ ഇടാറില്ല. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു വരുമാനമൊക്കെ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഇതിലേക്ക് ഒരു കണ്ടിന്യൂസ് വീഡിയോ ഡെയിലി പോസ്റ്റ് ചെയ്യണം. ഒരു 3-4 വീഡിയോ ഒക്കെ വെച്ച് ഷോർട്ട് വീഡിയോ ആണെങ്കിൽ പോസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിനകത്തു നിന്നൊരു വെക്കുന്ന മോണിറ്റൈസേഷൻ ആക്കാനും പിന്നെ ഇതിനകത്ത് നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുള്ളൂ. പിന്നെ ഷോർട്ട് വീഡിയോയ്ക്കൊക്കെ പേയ്മെൻറ്റ് കുറവായിരിക്കും. ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്താലാണ് വെക്കുന്ന ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം 3000 വാച്ച് അവർ കിട്ടണമെങ്കിൽ ലോങ് വീഡിയോ ഇട്ടിട്ടേ കാര്യമുള്ളൂ. വെക്കുന്ന കിട്ടണമെങ്കിൽ ഷോർട്ട് വീഡിയോ ആകുമ്പോഴത്തേനും ഒത്തിരി ഇടേണ്ടി വരും. നമ്മൾ ഡെയിലി തന്നെ ഒരു 5-6 വെച്ചിട്ടിട്ട് ഒരു 5-6 മാസമൊക്കെ കണ്ടിന്യൂസ് അങ്ങനെ ഇട്ട് ഒരു അത്യാവശ്യം നല്ല ഒരു 1 ലാഖൊക്കെ വ്യൂവേഴ്സ് അടുത്ത് വെച്ച് കിട്ടിയാലും മാത്രമേ നമുക്ക് ഇത് അടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. മോണിറ്റൈസേഷൻ്റെ ഇത് നേടാൻ പറ്റുള്ളൂ. അതിനേക്കാളും നല്ലതാണ് ഞാൻ നോക്കിയിട്ട് ഒരു ലോങ് വീഡിയോ ഇട്ട് അതിന് നല്ല വ്യൂ കിട്ടുവാണെങ്കിൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റൊക്കെയുള്ള വീഡിയോയ്ക്ക് അത്യാവശ്യം വ്യൂവേഴ്സ് കിട്ടുവാണെങ്കിൽ തന്നെ നമുക്കത് ചാനൽ മോണിറ്റൈസേഷൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് അറിയില്ലാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്. എല്ലാവർക്കും തന്നെ ഇപ്പോൾ അറിയാം, സംഭവങ്ങൾ അറിയാം, കാര്യങ്ങൾ അറിയാം. പിന്നെ ഞാൻ ജസ്റ്റ് എൻ്റെ കാര്യങ്ങളൊന്നും നമുക്കറിയാവുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. പിന്നെ ഈ നമുക്ക് ബട്ടൺ കിട്ടിയേക്കാണ് ഗൈസ്. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇതാണ് ഗൈസ് ബട്ടൺ. ഇത് കാണാതെ പോയിട്ട് 5-6 കൊല്ലമായി. എൻ്റെ ഒരു ഷർട്ടിൻ്റെ ബട്ടണാണ്. അപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ കാണാതെ പോയ ബട്ടണാണ്. അതുകൊണ്ടാണ് ഞാൻ ബട്ടൺ കിട്ടിയെന്ന് പറയാൻ കാരണം. ഒരു 5-6 കൊല്ലമായിട്ട് ഞാൻ തപ്പി നടക്കുമായിരുന്നു. എൻ്റെ ഷർട്ടിൻ്റെ ബട്ടണാണ്. ഇത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഷർട്ട് ഇടാതെ നടക്കുമായിരുന്നു. ഇനി ഇത് പിടിപ്പിച്ചിട്ട് വേണം ഷർട്ട് ഇടാൻ വേണ്ടി. അപ്പോൾ ഈ ബട്ടൺ എൻ്റെ ചാനലിപ്പോൾ 40,000 സബ്സ്ക്രൈബ് ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് യൂട്യൂബിൻ്റെ ബട്ടണൊന്നും കിട്ടാറായിട്ടില്ല. അത് 1 ലാഖ് സബ്സ്ക്രൈബ് ഉണ്ടെങ്കിലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് എൻ്റെ കാണാതെ പോയ ബട്ടൺ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചിട്ടോ. അപ്പോൾ ഇതാണ് ബട്ടൺ. അപ്പോൾ ആരും എന്നെ തെറി വിളിക്കരുത്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. ബൈ, അടുത്ത വീഡിയോ കാണാം.